ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ റമദാൻ വ്രതം അവസാനിപ്പിച്ച് ഇസ്ലാം മതവിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പള്ളികളെല്ലാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുമിച്ചിരുന്ന് പെരുന്നാൾ സന്തോഷത്തിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കി. നാളെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ നടക്കും. വിശ്വാസികളെല്ലാം ചെറിയ പെരുന്നാൾ സന്തോഷത്തിലേക്ക് കടന്നു. ഇമ്പമാർന്ന തക്ബീർ ധ്വനികൾ മുഴക്കി പെരുന്നാളിനെ വരവേറ്റു. അല്ലാഹു അക്ബർ അല്ലാഹ് അൽഹംദുലില്ലാഹ് ജല്ല ആഘോഷ പുതുമയുള്ള ഈദ് വന്നല്ലോ. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് വലിയ ഗാസി, പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ, സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമാലുലൈലി, സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പാളയം ഇമാം VP സുഹൈബ് മൗലവി എന്നിവർ സ്ഥിരീകരിച്ചതോടെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ നാളെ തയ്യാറെടുക്കുന്നത്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസികൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. കോഴിക്കോട് കടലുണ്ടി കോർണിഷ് പള്ളിയിൽ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ടെലിസ്കോപ്പിൽ മാസപ്പിറവി നിരീക്ഷിച്ചു. പൊന്നാനിയിലും താനൂരിലും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിച്ചതോടെ ഗാസിമാർ കൂടിയാലോചിച്ച ശേഷം ഖലീൽ ബുഖാരി തങ്ങൾ തന്നെ ഔദ്യോഗികമായി ചെറിയ പെരുന്നാൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകിയാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷം. എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ നിറം ഒന്നാണ്, മജ്ജയുടെ നിറം ഒന്നാണ്, മാംസത്തിൻ്റെ നിറം ഒന്നാണ്, തൊലിയുടെ നിറമല്ല നോക്കേണ്ടത്. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളൊക്കെ വളരെ വേദനാജനകമായി എല്ലാവരും ഒത്തൊരുമിച്ചു എന്നതെങ്കിലും കറുപ്പിൻ്റെ പേരിൽ ഒരു ചർച്ച വന്നു എന്നത് പോലും ആ പഴയകാല പൂർവീകരുടെ കാലത്തുണ്ടായ ആ വർണ്ണവെറിയുടേക്ക് സൂചന നൽകുന്നത് വലിയ വേദനാജനകമാണ്. ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ സന്തോഷത്തോടെ പ്രവർത്തിക്കുക. മാതൃവന്ദനം, പിതൃവന്ദനം, ഗുരുവന്ദനം അത് മുഖമുദ്രയാക്കുക. എല്ലാവർക്കും സ്നേഹം കൈമാറുക. എല്ലാവർക്കും ഹൃദ്യമായ ഈദാശംസകൾ. പാണക്കാട് സാദിഖ് അലി തങ്ങളും ചെറിയ പെരുന്നാൾ വന്നെത്തിയതിന്റെ സന്തോഷം പങ്കുവച്ചു. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സുദിനമായിട്ട് നമുക്ക് നമ്മുടെ പെരുന്നാൾ ദിനത്തെ കാണുവാൻ സാധിക്കും. ഒരു മാസക്കാലത്തെ കഠിന വ്രതത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു വന്നുകൊണ്ടാണ് ശവ്വാൽ 1 പെരുന്നാളിൻ്റെ ആ ഒരു പുലരിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇഫ്താർ ചടങ്ങുകളിൽ എല്ലാവരും ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും കൂടിച്ചേർന്നിരുന്നു കൊണ്ട് പങ്കുവച്ചിട്ടുള്ള സ്നേഹ സാഹോദര്യങ്ങൾ അതിൻ്റെ ഒരു ആവർത്തനം കൂടിയായിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ ആഘോഷത്തെയും പെരുന്നാൾ വിരുന്നുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. തെക്കൻ കേരളത്തിൽ മാസപ്പിറവി കണ്ട വിവരം പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയാണ് പ്രഖ്യാപിച്ചത്. നന്തങ്കോട് പള്ളിയുടെ മുകളിൽ തന്നെ നമ്മൾ പിറ ദർശിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. നന്തങ്കോട് മാസപ്പിറ ദൃശ്യമായതിനാൽ നാളെ നമുക്ക് ശവ്വാൽ 1 ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞും പുത്തനുടുപ്പിട്ടും പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കും. രാവിലെ നടക്കുന്ന ചെറിയ പെരുന്നാൾ നമസ്കാരമാണ് ഏറ്റവും പ്രധാനം. ഈദ്ഗാഹുകളിലെല്ലാം ലഹരിക്കെതിരെയുള്ള സന്ദേശമാണ് ഇമാമുമാർ പങ്കുവയ്ക്കുക. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം വീടുകളിൽ ഒരുങ്ങും. അയൽ വീടുകളിൽ സന്ദർശനം നടത്തിയും സുഹൃത്തുക്കളെ നേരിൽ കണ്ടും സന്തോഷം പകരുന്നത് കൂടെയാണ് ചെറിയ പെരുന്നാൾ ദിനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.